ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പാർട്ട് 1 നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, എന്തൊക്കെയാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡിസിഷൻ മേക്കിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതും ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഇത് നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. സോ ഇതിൽ ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് നമുക്ക് 2 ഡിസിഷനിൽ നമ്മൾ എത്തി. 2 കാര്യങ്ങളുണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. ഇത് രണ്ടും, ഈ ബാക്കി ഓപ്ഷൻസ് ഒന്നും നമുക്കില്ല. ഈ 2 എണ്ണം നമ്മൾ എടുത്തു. ഫൈനലി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2 ഓപ്ഷനിലേക്ക് നമ്മൾ എത്തി. പക്ഷേ ഈ രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും, ഇത് രണ്ടും 50-50 ചാൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കൊന്നും അതിനേക്കാൾ ഒരെണ്ണമാണോ ബെറ്റർ, അടുത്താണോ ബെറ്റർ എന്ന് അറിയാത്തൊരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോ ആ ഒരു സമയത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോയിൻ എടുക്കുക. കോയിന് രണ്ടുമുള്ള ഹെഡും ടെയിലും ഉള്ളൊരു കോയിൻ എടുക്കുക. അതിൽ നമ്മൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞ ഹെഡാക്കി, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ ടെയിലാക്കി. എന്നിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒരു ഏരിയയിൽ നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു മനസ്സൊന്ന് കാം ആൻഡ് ക്വയറ്റ് ആക്കി ഒരു പ്ലേസിൽ പോയിരുന്ന് ജസ്റ്റ് അത് ടോസ് ചെയ്യുക. ടോസ് ചെയ്ത് നമ്മൾ എടുത്തു, പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ആ ടോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും, എന്താ പറയുക, അയ്യോ ഹെഡ് വരണേ, ഹെഡ് വന്നാൽ മതിയായിരുന്നു, ഹെഡ് മതിയായിരുന്നു, അതല്ലെങ്കിൽ ടെയിൽ വരണേ, ടെയിൽ മതിയായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലൊരു തോട്ട് വരും. ആ തോട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട, നിങ്ങൾ എന്താണ് വന്നത് നോക്കണ്ട. ആ ഓപ്ഷൻ അത് ഏതാണ് വന്നത്, ആ ഒരു തോട്ട് നമ്മൾ പെട്ടെന്ന് ആ സമയത്ത് ഇതിങ്ങനെ ഇടുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓപ്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക. സോ ഇത് പ്രൂവൺ ആണ്, നിങ്ങളത് ട്രൈ ചെയ്യുക. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, മുന്നോട്ട് പോവുക. സോ ദാറ്റ്സ് ഓൾ. അപ്പം ഇതുപോലെയുള്ള ഇനിയും ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് ഉണ്ട്. അതായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.